ഹലോ, ഇന്ന് നമ്മൾ സാധാരണ വരക്കുന്ന ഒരു പാറ്റേണിലെ ഡ്രോയിങ് അല്ല ഇവിടെ വരയ്ക്കണത്. ഒരു വെറൈറ്റി പിടിച്ചാലോ എന്നോർത്താണ് വരയ്ക്കണത്. ഞാൻ എപ്പോഴും പിൻട്രസ്റ്റിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്താണ് വരയ്ക്കാറുള്ളത്. അപ്പം എപ്പോഴും പിൻട്രസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പടം എന്നെ ഒന്ന് വരയ്ക്കാവോ എന്ന് ചോദിച്ച് എപ്പോഴും വന്ന് കിടക്കും. അപ്പം ഇന്നൊന്ന് വരച്ചേക്കാം എന്ന് വിചാരിച്ച് വരയ്ക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ആദ്യം ഒരു പെൻസിലൊക്കെ കൊണ്ടൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത്. പേന വരയ്ക്കാൻ എനിക്ക് തെറ്റിപ്പോകും എന്തായാലും, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എപ്പോഴും പെൻസിലുകൊണ്ട് വരയ്ക്കണത്. ഇത് വരച്ച് തീരുമ്പോഴത്തേക്കും ഏത് കോലത്തിലുണ്ടാവും എന്നൊന്നും അറിയാൻ പറ്റിയില്ല. ചിലപ്പോൾ അതിൻ്റെ വാലയൊക്കെ ഇട്ടാൻ കൂടി കൊള്ളത്തുണ്ടാകത്തില്ല ഈ പടം. എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കണമെങ്കിൽ കുറേ ടൈമൊക്കെ വേണം. പിന്നെ ഞാൻ വീഡിയോ ഇടണമെന്നൊക്കെ ഓർത്ത് പെട്ടെന്നാണ് ഞാനെല്ലാം വരയ്ക്കണത്. ഇതെല്ലാം വരയ്ക്കണത് നമ്മളൊരു റഫായിട്ടുള്ള രീതിയിലാണ് വരയ്ക്കണത്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേക ഒരു ഭംഗി ഉണ്ടാകും കാണാനായിട്ട്. ഒരു റഫായിട്ട് വരയ്ക്കാനുള്ള ഡ്രോയിങ് ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി പറയണം. നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലെ പൂ വെച്ചാണ് നമ്മൾ ഇവിടെ ഡിസൈനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ആൻഡ് റെഡും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട പടത്തിൽ റെഡ് കളറിന് പകരം ഒരു പിങ്ക് കളറിലെ പൂവാണ് കൊടുത്തേക്കണം. എൻ്റെ ഈ പിങ്ക് പെന്നില്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് പൂവാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഈ റെഡ് പൂ മാത്രമേ ഇതിൽ കളറായിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്തുവാണ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ആ ബ്ലാക്ക് കളറിലെ എല്ലാം കൂടിയാണ് ഞാനിവിടെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ബൈ. Please like and subscribe.